വെൽക്കം ടു കറി ലീവ്സ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്. അതായത് മുളപ്പിച്ച പയറ് കൊണ്ടുള്ള ഒരു പുലാവ്. തലേ ദിവസം തന്നെ 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് പിന്നെ വെള്ളം കളഞ്ഞ് ഊറ്റിയിട്ട് മുളപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് അത് പുലാവിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. കഷ്ടിച്ച് ഒരു 1/2 ഗ്ലാസ് പയറാണ് മുളപ്പിച്ചത്. പിന്നെ 2 മീഡിയം സൈസ് ക്യാരറ്റ്, പിന്നെ ഒരു 3/4 കട്ടോരി ബീൻസ്, ഒരു ഉള്ളി, പിന്നെ ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു കറുകപ്പട്ട, 2 സ്റ്റാർ, ഒരു 7-8 ഗ്രാമ്പൂ, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 2 വലിയ ഏലക്ക എന്നിവയാണ് എടുത്തത്. ഇനി പുലാവിനുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്കയുടെ തൊലി കളഞ്ഞ് ഇട്ടിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കറുകപ്പട്ടയും ഗ്രാമ്പൂവും ജീരകവും സ്റ്റാറും എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പൗഡറൊന്നും ആയിട്ടില്ല, എന്നാലും പൊടിച്ചെടുത്തു. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ടിട്ട് വഴട്ടാം. ഉള്ളി വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഞാൻ ജിഞ്ചർ ഗാർലിക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഗ്രേറ്റ് ചെയ്തു. അതുപോലെ ഒരു 4-5 വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്തിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുളപ്പിച്ച പയറിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊരു 3-4 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരി കഴുകിയെടുക്കാം. ഞാൻ കൈമ അരിയാണ് പുലാവിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ചെറിയ കൈമ ആണിത്. അരിയിൽ നിന്ന് വെള്ളം ഊറ്റിയിട്ട് നമുക്കൊന്നിത് വഴറ്റി കൊടുക്കാം. അല്ലെങ്കിൽ വേവുമ്പോൾ അത് വല്ലാതെ ചീഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് വഴറ്റുന്നത്. ഈ സമയത്ത് ഞാൻ പുലാവിലേക്കുള്ള വെള്ളം മറ്റൊരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇരട്ടി വെള്ളമാണ് ഉപയോഗിച്ചത്. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാം. പുലാവ് റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. പുലാവിൻ്റെ കൂടെ കറിയായിട്ട് ഞാൻ ഉണ്ടാക്കിയത് സാലഡാണ്. ഉള്ളിയും തക്കാളിയും കുക്കുംബർ ഇട്ടിട്ടുള്ള സാലഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.